ഇന്നാണ് നമ്മൾ ദുബായിക്ക് പോകുന്ന ആ സുദിനം. ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. താമസിക്കുന്ന സ്ഥലത്ത് എത്തി. ഇനിയിപ്പം ആ റൂമിന്റെ ഏജന്റ് വരാനുണ്ട്. നിങ്ങൾക്ക് അറിയാലോ ഞാൻ ദുബായിലാ ജോബ് എൻ്റെ തിരുത്തപ്പ് കിടക്കുക എന്നുള്ള കാര്യം. ഗൈസ് അങ്ങനെ ഞങ്ങൾ എൻ്റെ ബയോമെട്രിക് ടെസ്റ്റിനായിട്ട് പോകും. ആക്ച്വലി ദുബായ് വന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ട്രിപ്പൊക്കെ ഒരു സൈഡിൽ നടക്കുക, എന്നാലും ഒരു സൈഡിൽ കൂടെ ജോബ് ആയോ ഇല്ല എന്നുള്ള ടെൻഷനും കാര്യങ്ങളും. കാരണം നാട്ടിലെ ജോബ് റിസൈൻ ചെയ്ത് നമ്മൾ ദുബായിലേക്ക് വന്ന് ജോലി കിട്ടുമോ ഇല്ലയെന്ന് അറിയാത്തവരിത്. വിസിറ്റിംഗ് വിസ എപ്പോൾ തീരും, വിസിറ്റിംഗ് വിസ തീർന്നു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യണം, ക്യാഷിൻ്റെ കാര്യം വെച്ചിട്ടുള്ള ഒരു ടെൻഷൻ എല്ലാം കൂടെ മൊത്തത്തിലുണ്ടായതുകൊണ്ട് അങ്ങോട്ട് വീഡിയോയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഒരാഗ്രഹം ഉണ്ടായിരുന്നു നല്ലൊരു ന്യൂസ് നിങ്ങളെ അറിയിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ഇടണമെന്നുള്ളത്. സോ ഫൈനലി എനിക്ക് ജോബ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഫ്ലാഷ് ബാക്ക് ഒക്കെ കണ്ടു കാണുമല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ ദുബായിൽ വന്ന് ജോലി കിട്ടിയിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. എത്ര പെട്ടെന്നല്ലേ സമയം പോയെ. ഇവിടെ അങ്ങനെയാ, ദിവസങ്ങളും മാസങ്ങളും പോകുന്നതൊന്നും അറിയാനേ പറ്റില്ല. രാവിലെ ജോലിക്ക് പോകുന്നു, വൈകിട്ട് തിരിച്ചു വരുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നു, കിടന്നുറങ്ങുന്നു, പിറ്റേന്ന് രാവിലെ നേരം വെളുക്കുന്നു, പിന്നെയും ജോലിക്ക് പോകുന്നു. ഒരു യന്ത്രം പോലെ. മറ്റേ ഭീഷ്മമാധവ സിനിമയിൽ പറയാൻ നിനക്ക് കറങ്ങുന്ന ഒരു യന്ത്രമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. എന്നാ പിന്നെ കറങ്ങുന്ന ഈ ഒരു യന്ത്രത്തിന് കുറച്ച് റെസ്റ്റ് എടുത്താലോ. എൻ്റെ ഈ അടുക്കി പറക്കൽ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. യെസ് ഗൈസ്, അങ്ങനെ ഞാൻ നാട്ടിലേക്ക് ലീവിന് പോവുകയാണ്. ഇപ്പൊ എന്റെ മനസ്സിലേക്ക് ഓടി വന്ന പാട്ട് ഏതാണെന്നറിയാവോ? തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. ഗ്രാമം കൊതിക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എൻ്റെ വീട്ടുകാർ നല്ലോണം കൊതിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ നല്ല എക്സൈറ്റ്മെന്റിലാണ്. ആരും എണീറ്റില്ല ഗൈസ്. ഞാൻ ലക്കി മാത്രമേ എണീറ്റിട്ടുള്ളൂ. ലക്കി ഇന്ന് തൈപ്പൂയോ ആയതുകൊണ്ട് രാവിലെ വിളക്കെത്തിക്കാൻ വേണ്ടി എണീറ്റത്. ഞാനും ഒരുങ്ങാൻ പോയി. ഇവിടെ ഇപ്പം സമയം ഒരു 5:30 ആയി കാണും. ലക്കി പൊങ്കലുണ്ടാക്കുന്നുണ്ട്, നമുക്ക് അതും കാണാം. രാവിലെ ഇന്നത്തെ പോയി നല്ല ദിവസം പൊങ്കലും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ കിടന്നുറങ്ങുക. ഇനി ഞാൻ ഇവിടെ കിടന്ന് വെള്ളം വെച്ച ഇവളുമാരെ തന്നെ ഞാൻ പോകുന്നതിന് മുമ്പ് ആട്ടി ഇറക്കണം. എനിക്ക് ഫ്ലൈറ്റിൻ്റെ ടൈം വരുന്നത് ഉച്ചയ്ക്ക് 1:15 അബുദാബിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നൊരു 10 മണിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോകുന്ന ദിവസം പൊങ്കലായിരുന്നു. അപ്പം ലക്കി ഭയങ്കര ദൈവഭക്തിയുള്ളൊരു കുട്ടിയാണ്. അപ്പം ഇവിടെ തന്നെ ഉള്ള സ്പേസിൽ തന്നെ അവള് ഒരു ചെറിയ പടറൂമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് വിളക്കെത്തിക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, ലക്കി പൊങ്കാല വെക്കാൻ പോവാണ്. ഇച്ചിരി പൊങ്കാലല്ല, പൊങ്കൽ വെച്ചിരിക്കുകയാണ്. കാണിച്ചുതരാം. ലക്കി തൈപ്പൂശത്തിന് തൈപ്പൂയത്തിന് എന്താണ് കുട്ടികള അങ്ങനല്ല പറ. നീ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നീ താൻ പൂ വെച്ച തമിഴ് പെൺകുടി നീ താന. ഓക്കെ, പാട്ടൊക്കെ ഇട്ട് ലക്കി പൊങ്കലൊക്കെ ഇട്ട് നമുക്ക് ആ സമയം കൊണ്ട് റെഡി ആവാം. കാരണം നമുക്ക് ഇന്ന് 1:15 ഫ്ലൈറ്റ്. നമുക്ക് നേരത്തെ ഇറങ്ങണം. ലക്കി എന്നെ നോക്കുന്നു. ലക്കി എന്നെ നോക്കി ചിരിക്കുന്നു. എന്നാ ഇത് സെൻട്രൽ നിർത്തുന്നതാണ്. ഞാൻ പോയി. ഞാൻ ഒരുങ്ങുന്ന നേരം കൊണ്ട് തന്നെ ലക്കി പൊങ്കലൊക്കെ വെച്ച് ദൈവത്തിന് നേദിക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും കുറച്ചധികം നിർത്ത് നേദിച്ച് കഴിഞ്ഞ് കഴിച്ചിട്ടാണ് എയർപോർട്ടിലോട്ട് പോയത്. അല്ല, ഞാൻ അടുത്തന്നെ പോയിക്കോളാം. ലക്കി ഇപ്പൊ കേട്ടതാ. വരാം. സെൻട്രോ ബൈ ബൈ. ഞാനൊരു ടാക്സി എടുത്ത് മാക്സ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോയി. അവിടെ നിന്ന് നമുക്ക് അബുദാബിയിലേക്ക്, അതായത് എയർപോർട്ട് റോഡിലേക്ക് ഡയറക്റ്റ് ബസ് കിട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ അവിടത്തേക്കാണ് പോയത്. ബസ് സ്റ്റോപ്പിലെത്തി. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. 8:30 നമ്മുടെ ബസ്. 7:45 ആയതേ ഉള്ളൂ.
അപ്പോൾ ഇതായിരുന്നു എനിക്ക് പോകാനുള്ള ബസ്. ലഗേജൊക്കെ കയറ്റി കഴിഞ്ഞ് ഞാൻ ബസ്സിൽ കയറിയിരുന്നു. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എയർപോർട്ടിലെത്തി. പിന്നെ ഞാൻ ലഗേജിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കി, ബോഡി പാസ് ഒക്കെ വാങ്ങിച്ചു. ലഗേജിൻ്റെ വെയിറ്റ് നോക്കുന്നത് ഒരുപാട് കൂടുതലൊന്നും ഇല്ലായിരുന്നു. ഏകദേശം കറക്റ്റ് ലഗേജ് തന്നെയായിരുന്നു എനിക്ക്. കാരണം തലേ ദിവസം ഞാൻ പിന്നെയും ഒന്നും കൂടെ പെട്ടി അഴിച്ചു പിറക്കി പിന്നെ വെച്ചായിരുന്നു. ഏകദേശം ഞാൻ പോകുന്നതിന് 2 ആഴ്ചയ്ക്ക് മുമ്പേ ഞാൻ പെട്ടി പാക്ക് ചെയ്ത് ഓൾമോസ്റ്റ് സെറ്റാക്കിയായിരുന്നു. പക്ഷെ പോകുന്നതിൻ്റെ തലേന്നായപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഒന്നും കൂടെ വെയിറ്റ് നോക്കുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടുതലായിട്ട് ഞാൻ മാറ്റി വെച്ചെല്ലാം ഓക്കെ ആക്കിയായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറി ഇനി ഒരു 4 മണിക്കൂറോളം നമ്മൾ ഇപ്പം എത്തുന്ന ഒരു വ്യഗ്രത ഉണ്ടല്ലോ, അതായിരുന്നു എനിക്ക്. അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് വാട്ട് ഐ ഏറ്റ് ഇൻ മൈ ഫ്ലൈറ്റ് വെർഷനാണ്. കഴിച്ചൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കവും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ലഗേജൊക്കെ എയർപോർട്ടിൽ നിന്ന് എടുത്ത് ഓൾറെഡി വീട്ടിൽ നിന്ന് വിളിക്കാൻ ആളും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് മൊത്തം എന്താ ലൈറ്റും ബഹളവും. നമ്മുടെ നാട്ടിൽ മാത്രമേ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഉത്സവം കൂടെ ആയിരുന്നുകൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ തൈപ്പൂയ ആയതുകൊണ്ട് റോഡ് മൊത്തം നല്ല ലൈറ്റും ബഹളവും ഉത്സവങ്ങളും ആയിരുന്നു. അന്ന് ഏതൊക്കെ മുരുകക്ഷേത്രങ്ങളുണ്ടോ അവിടെ എല്ലാം ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും വന്ന ഉടനെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു സന്തോഷം തന്നെയായിരുന്നു. ഗായ്സ്, അങ്ങനെ ഞാൻ വീടെത്തിയിരിക്കുകയാണ്. ദിസ് ഈസ് മൈ നെത്തി. ഒരു വികാരമില്ലാത്തവർ. ഇനി ഞാൻ പോയി കുറിച്ച് വല്ലതും കഴിക്കട്ടെ. എനിക്ക് നല്ലോണം വിശക്കുന്നു. ഓക്കെ, ഇനിയിപ്പം നാളത്തെ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ നാളെ എൻ്റെ അമ്മ പറഞ്ഞുകൊണ്ട് ഇനി അപ്പം അമ്മയെ വിളിക്കാൻ പോകണം. അപ്പം ആ വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ. എന്തൊരു സമാധാനം വീട്ടിൽ ഫുഡ് കഴിച്ചപ്പോൾ. ചിക്കൻ കറി, ചക്കാവിയന്, ചിക്കൻ പൊരിച്ചത്, മോര്, ഇനി എന്ത് വേണം എനിക്ക്.